ശ്രീ സേനാപതി വേണു, ഇവിടെ കോൺഗ്രസിന്റെ നയവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം അഴിമതിക്കെതിരെ ആദ്യം പ്രതിഷേധ സ്വരം ഉന്നയിച്ചെങ്കിലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വീണ്ടും ഇന്ത്യ മുന്നണിയുടെ ഘടകമായി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസിന്റെ നയം ഡൽഹിയിൽ എങ്ങനെ, കേരളത്തിൽ എങ്ങനെ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, ഇവിടെ ഇഡി മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടുന്നതേയില്ല, അതിന് കാരണം എന്താണ് എന്നുള്ളത് അറിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലോട്ട് ഇത്തരം നടപടികൾ കടക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ പരിണിതപ്രജ്ഞരായ രണ്ട് നിയമജ്ഞര്, ഒന്ന് രാംകുമാർ സാറ്, അതുപോലെ തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അവരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ ആമുഖമായി തന്നെ രാംകുമാർ സാറിനോടൊരു ഒരു എന്താ പറയുക, എൻ്റെ ഒരു വിയോജിപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് സോണിയാഗാന്ധിയെ സോണിയ ഗണ്ഡി എന്ന് മുമ്പും ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു ആക്ഷേപം കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷതയെ കുറിച്ച് അങ്ങ് ഉയർത്തിയാൽ അങ്ങുമായി ഒരു ചർച്ചയിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇറങ്ങിപ്പോകും എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സോണിയാഗാന്ധിയെ സോണിയ ഗണ്ഡി എന്ന് അങ്ങ് അധിക്ഷേപ സ്വരത്തിൽ പറയുമ്പോൾ ആ ചർച്ചയിൽ ഞാൻ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നേതാവിനോട് കാണിക്കുന്നതും എൻ്റെ പാർട്ടിയോട് കാണിക്കുന്നതുമായ ഒരു എന്താ പറഞ്ഞേ അവരോട് കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവ് എന്നുള്ളതാണ്. ഞാൻ രാംകുമാർ സാറിനോട് ചോദിക്കുന്നു, അങ്ങയുടെ പേര് രാംകുമാർ എന്നാണ്. എനിക്ക് അങ്ങ് രാംകുമാർ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഹനുമാൻ കുമാറിനെ അങ്ങേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ക്ഷണിക്കാൻ പറ്റൂ. എൻ്റെ നേതാവിന്റെ പേര് സോണിയാഗാന്ധി എന്നാണ്. ആ സോണിയാഗാന്ധി എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വിളിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട. നിങ്ങൾ അവരെ എന്താ പറഞ്ഞ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനോ അല്ലെങ്കിൽ മുൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവെന്നോ, നിങ്ങൾ സോണിയാഗാന്ധിയെ പോലൊരു നേതാവിനെ സോണിയ ഗണ്ഡി എന്ന് വിളിക്കുമ്പോൾ രോഹിണിയെ പോലൊരാള് ഒരു ആങ്കറായിരുന്നു കൊണ്ടൊരു ചർച്ച നയിക്കുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖേദകരം. ഞാൻ ഇന്ന് ചർച്ച ബഹിഷ്കരിക്കാത്തത് എന്തെന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷ ബഹുമാനമുണ്ട്. അങ്ങനെ ഒരു ശ്രീ സേനാപതി വേണു, ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് തോന്നുന്നു ശ്രീ രാംകുമാർ സാറിന്റെ അഭിപ്രായം കൂടി ഇക്കാര്യത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഫിറോസ് ഖണ്ഡി എന്നുള്ളതിൽ നിന്ന് രാജീവ് ഖണ്ഡിയാണ് സ്വാഭാവികമായും ആകേണ്ടത്. അതുകൊണ്ടാണ് സോണിയ ഖണ്ഡി. ചില പേരുകൾ പ്രൊനൗൺസിയേഷനിൽ വരുന്ന ഒരു വ്യത്യാസം. ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, രോഹിണിയെ പോലെ ഒരു അവതാരിക, അതിനെയൊന്നും ന്യായീകരിക്കരുത്. നമ്മളിപ്പോ രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ പിതാവിന്റെ പേരോ ഇല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ. സോണിയാഗാന്ധിയെ സോണിയാഗാന്ധി എന്ന് തന്നെയാണ് അവരുടെ പേര് പാർലമെന്റ് രേഖകളിലെല്ലാം ഉള്ളത്. ഇനിയിപ്പോ രാംകുമാർ സാറിന് അത് വിളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ അദ്ദേഹം വിളിക്കണ്ട തന്നെ. അതല്ലാതെ അവരെയൊക്കെ അപമാനിച്ചതിന് ശേഷം ഞങ്ങളൊക്കെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരും ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ മര്യാദയുടെയും ഭാഗമാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിലും പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ചർച്ച ബഹിഷ്കരിക്കുന്നില്ല. ഇനി അദ്ദേഹം ഈ ചർച്ചയിൽ ആ പദം പറഞ്ഞാൽ ഞാൻ ഖേദപൂർവ്വം പറയട്ടെ, ഞാൻ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോവുകയുള്ളൂ. അല്ലാതെ എന്റെ നേതാവിനെ സോണിയ ഗണ്ഡി എന്ന് വിളിച്ചതിന് ശേഷം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അത് എന്റെ വ്യക്തിപരമായ കാര്യം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് ചോദിച്ചൊരു കാര്യത്തിന്റെ അകത്ത് ഇപ്പോ കേരളത്തിൽ എന്തുകൊണ്ട് കേരളത്തിലും ഡൽഹിയിലും കോൺഗ്രസിന്റെ രണ്ട് നിലപാടുകൾ. ഞങ്ങൾക്ക് ഒരു നിലപാട് വ്യത്യാസമില്ല. അഴിമതി ആര് നടത്തിയാലും അഴിമതിയുടെ കാര്യത്തിൽ ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ അത് നടപടി സ്വീകരിക്കണം. ആ കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 16-ാം തീയതി പ്രഖ്യാപിച്ചു. ആ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടിയുടെ നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ പാർട്ടികളുടെ ഗണത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും വന്നിരിക്കുന്നു. ആ പാർട്ടിയെ നയിക്കുന്ന ഒരാളാണ്. ഇനി അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എന്താ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കൊടുക്കുക, ഇതൊക്കെ നിയമപരമായിട്ട് നടക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക്, അതാണല്ലോ ഒരു ജനാധിപത്യ രാജ്യം. നമ്മളിപ്പോ റഷ്യയിൽ പുടിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. 82.6% വോട്ട് പുടിന് കിട്ടി. കാരണം പുടിൻ മാത്രമേ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ. പുടിന്റെ പേരെ ബാലറ്റ് പേപ്പറിലുള്ളൂ. പുടിന് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പുടിൻ 82% വോട്ട് കിട്ടുന്നു. അതല്ലല്ലോ ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ അത് ആരംഭിച്ചു. 16-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒരു ദേശീയ പാർട്ടി അദ്ദേഹം 3 വട്ടം ജനങ്ങൾ തെരഞ്ഞെടുത്തു എന്നുള്ളത് അഴിമതി നടത്താനുള്ള മാൻഡേറ്റ് ഒന്നുമല്ല. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. 2022 മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് 16-ാം തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 16/6/22 6 ദിവസം കഴിയുമ്പോൾ അടുത്ത മാസം 20-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 1ാം ഫേസ് നടക്കുമ്പോൾ ഇത്രയും പ്രമുഖനായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ ജയിലിലടക്കാനായിട്ടുള്ള ഒരു നീക്കം എന്നൊക്കെ പറയുന്നത് അത് രോഹിണി, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, നമ്മുടെ നിയമവാഴ്ചയ്ക്കൊന്നും ഭൂഷണമല്ല.